നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യരംഗവും ഇതേപോലെ രാജ്യം ശ്രദ്ധിച്ച ഒരു ആരോഗ്യരംഗമാണ് കേരളത്തിന് ഉണ്ടായിരുന്നത്. ആ ആരോഗ്യരംഗം നല്ല ശ്രദ്ധാപൂർവം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ 2016 ആ ആരോഗ്യരംഗത്തിനും വലിയ തകർച്ച സംഭവിച്ചു. ആ തകർച്ച എല്ലാവരുടെയും മനസ്സിലുണ്ടാവുമല്ലോ. 9 വർഷമല്ലേ ആയിട്ടുള്ളൂ. ആശുപത്രിയിൽ ഡോക്ടറില്ല, നേഴ്സില്ല, സ്റ്റാഫില്ല, മരുന്നില്ല. അങ്ങനെ ഇല്ല എന്ന പല്ലവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. അപ്പോൾ തകർന്നു പോകുന്ന ഒരാരോഗ്യരംഗം. അവിടെയാണ് 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ ആർദ്രം മിഷൻ ആരോഗ്യരംഗത്തെ ശാക്തീകരിക്കാൻ വേണ്ടി പ്രവർത്തനം ആരംഭിച്ചു. അതിൻ്റെതായ ഇടപെടൽ വന്നു. നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചു. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളൊരുക്കി. നമ്മുടെ മെഡിക്കൽ കോളേജുകൾക്ക് പ്രത്യേകമായ മാസ്റ്റർ പ്ലാനുകൾ തയ്യാറായി. വലിയ മാറ്റം ആരോഗ്യരംഗത്ത് സംഭവിച്ചു. ആ മാറ്റം രാജ്യം മാത്രമല്ല, ലോകം സാക്ഷ്യപ്പെടുത്തി. ലോകത്ത് അപൂർവ സ്ഥലങ്ങൾ മാത്രമേ കോവിഡിൻ്റെ ശേഷിയെ പ്രതിരോധിക്കാനുള്ള കരുത്ത് നേടിയ ആരോഗ്യരംഗമുണ്ടായിരുന്നുള്ളൂ. അതിലൊന്ന് കേരളമായിരുന്നു. ലോകത്ത് സമ്പൽ സമൃദ്ധിയുടെ വിളനിലം എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന ചില ഇടങ്ങളുണ്ടല്ലോ. അവരെല്ലാം കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീഴുന്നത് നമ്മൾ കണ്ടു. എന്നാൽ കോവിഡിൻ്റെ മൂർധന്യദശയിൽ പോലും കേരളം കോവിഡിൻ്റെ മാരകമായ ശേഷിയെ നേരിടാൻ നല്ല ഉയർച്ചയോടെ കേരളത്തിൻ്റെ ആരോഗ്യരംഗം നിന്നു. ആ ഘട്ടത്തിലും നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യമായത്ര ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു. ഏതാ കാലം? വെന്റിലേറ്റർ നമ്മുടെ ചില രാഷ്ട്രത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാലോ. അത്തരം രാഷ്ട്രങ്ങളിൽ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ പിന്നെ ചികിത്സയില്ല കോവിഡിന്, അവർ മരിച്ചോട്ടെ എന്നാണ്. നമ്മുടെ കേരളത്തിൽ 100 വയസ്സ് കഴിഞ്ഞ അമ്മൂമ്മ രണ്ടാമതും കോവിഡ് വന്ന് അതിനെ അതിജീവിച്ച് നിന്ന കഥ ഇവിടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതാണ് നമ്മുടെ നാട്. വെന്റിലേറ്ററിൽ ആളെ കിടത്താൻ വരുമ്പോൾ വെന്റിലേറ്റർ ഒഴിവില്ല, ആളെ കടത്തണം. എന്തു ചെയ്യും? കൈ ഉറച്ചുകൊണ്ട് ഒരു ഡോക്ടറും സാധാരണഗതിയിൽ ചെയ്യാൻ തയ്യാറാകാത്ത ഒരു കാര്യം ചെയ്യാൻ അത്തരം രാജ്യങ്ങളിലെ ഡോക്ടർമാർ നിർബന്ധിതരായി. ആ വെന്റിലേറ്ററിലുള്ള ഒരു രോഗിയുടെ വെന്റിലേറ്റർ ബന്ധം വിച്ഛേദിക്കുന്നു. എന്താണ് അദ്ദേഹത്തിന് സംഭവിക്കുക എന്ന് അവർക്ക് നല്ല നിശ്ചയമുണ്ട്. മറ്റൊരു രോഗി അവിടെ കിടത്തുന്നു. ആ ലോകത്താണ് നമ്മുടെ നാട്ടിൽ അതിൻ്റെ മൂർധന്യദശയിലും വെന്റിലേറ്ററുകൾ മാറ്റം. എന്തിനാണ് ആ മാറ്റം നമ്മൾ ഉണ്ടാക്കിയത്? കോവിഡ് വരുമെന്ന് കണ്ടുകൊണ്ടല്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ആശുപത്രികൾ കേരളത്തിലുണ്ടാവണം. ആ രീതിയിൽ ആശുപത്രി രംഗം ശക്തമാവണം.
അതിനാണ് നാം ആർദ്രം മിഷൻ നടപ്പാക്കിയത്. അതിലൂടെ കോവിഡ് വന്നപ്പോൾ അതിനെയും നേരിടാൻ നമുക്ക് കഴിഞ്ഞു. ഇവിടെയും ആലോചിക്കൂ, UDF ആയിരുന്നുവെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഈ രാജ്യത്ത് പലയിടത്ത് സംഭവിച്ചത്, ലോകത്ത് പലയിടത്ത് സംഭവിച്ചത് നമ്മുടെ കേരളത്തിലും സംഭവിക്കുമായിരുന്നു. ആ ചൊല്ല് തീർത്തും അന്വർത്ഥമാകുന്നത് LDF വന്നാൽ LDF വരും, എല്ലാം ശരിയാകും. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ അനുഭവമാണല്ലോ. ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ! വികസന രംഗത്ത് മാത്രമല്ലല്ലോ, നമ്മുടെ ക്ഷേമപ്രവർത്തനങ്ങളിൽ കേരളത്തിൽ 2016 ഞങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗം ചേരാൻ പോവുകയാണ്. ആ യോഗത്തിലെത്തിയപ്പോൾ ഞങ്ങളൊരു കണക്ക് പരിശോധിച്ചു. സാമൂഹ്യക്ഷേമ പെൻഷൻ, ആ സാമൂഹ്യക്ഷേമ പെൻഷൻ അപ്പോഴുള്ളത് കടലാസിൽ 600 രൂപ. കടലാസിൽ 600 എന്ന് പറയുന്നത് ആരുടെയും കയ്യിലത് കിട്ടുന്നില്ല. കുടിശ്ശിക 18 മാസത്തെ കുടിശ്ശിക. ആദ്യ മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കാനായിരുന്നു. അന്ന് ആ നിരാലംബരായ, അശരണരായ ആ സാധുക്കൾ മതിമറന്ന് ചിരിക്കുന്ന കാഴ്ച നമ്മുടെ കേരളം കണ്ടു. ചെറിയ കാശ് 600 വീതാണെങ്കിലും ആ കുടിശ്ശിക ഒന്നിച്ച് കിട്ടുമ്പോൾ അവർക്കുണ്ടായ സന്തോഷം നാം കണ്ടു. ആ സന്തോഷം പിന്നെ ഇരട്ടിച്ചു. ആ 600-ൽ നിന്ന് അത് മാറി ഉയർന്നു 1600-ലേക്ക് എത്തി. ഇതല്ലേ നമ്മുടെ അനുഭവം? 60 ലക്ഷം പേർക്കാണ് 1600 രൂപ വീതം കൊടുക്കുന്നത്. ഇതെല്ലാം സാധിച്ചത് എന്തുകൊണ്ടാണ്? 2016-ൽ LDF സർക്കാർ അധികാരത്തിൽ വന്നിരുന്നില്ലെങ്കിൽ ആ 18-ൻ്റെ കൂടെ ചിലപ്പോൾ 0 തന്നെ കൂട്ടിച്ചേർക്കുന്ന അവസ്ഥ വരുമായിരുന്നു. അതാണ് UDF ആയിരുന്നുവെങ്കിൽ നാടിന് സംഭവിക്കുക. അതില്ലാതായത് LDF അധികാരത്തിൽ വന്നുകൊണ്ടാണല്ലോ. ഇത് ഈ രംഗത്ത് മാത്രമല്ലല്ലോ, നമ്മുടെ കൂടെ നമ്മുടെ സഹോദരങ്ങളായി ജീവിക്കുന്നവർ, ഒരു കൂട്ടര് വീട് സ്വപ്നം കണ്ട് കഴിയുന്നവരാണ്. കേരളത്തിൽ മഹാഭൂരിഭാഗം ആളുകൾക്കും സ്വന്തമായി വീടുണ്ട്, അടച്ചുറപ്പുള്ള വീടുണ്ട്. പക്ഷേ അവർക്ക് സ്വന്തം വീടില്ല. സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം, ആ സ്വപ്നത്തോടെ അവർ മണ്ണടിഞ്ഞു പോകുന്നു. അത്തരം ഹതഭാഗ്യരുടെ കാര്യത്തിൽ എന്തു ചെയ്യാനാകും എന്നത് LDF തന്നെ ചർച്ച ചെയ്തു. അങ്ങനെ LDF കൃത്യമായ നിലപാടെടുത്തു. ഈ പാവങ്ങൾക്ക് വീട് നൽകാനാവണം. ആ അടിസ്ഥാനത്തിലാണ് LDF സർക്കാർ ലൈഫ് മിഷൻ നടപ്പാക്കുന്നത്. 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് എന്താണ് ആദ്യം കണക്കാക്കിയത്. അതിൻ്റെ പ്രവർത്തനം നല്ല നിലയിൽ നടന്നു. ഇപ്പോൾ 4.5 ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയായി അവിടെ ആളുകൾ താമസിക്കുകയാണ്. ആ വീടുകളിലെല്ലാം ആളുകൾ താമസിക്കുകയാണ്. ബാക്കിയുള്ള വീടുകൾ ഏതാനും മാസം കൊണ്ട് പൂർത്തിയാകും. 5 ലക്ഷം അങ്ങനെ പൂർത്തിയാകുന്ന അവസ്ഥ വരും. ഇതും നമ്മുടെ കേരളത്തിൽ LDF ആയിരുന്നില്ല എങ്കിൽ പ്രാവർത്തികമാകുമായിരുന്നോ?